പിന്നെ സ്ഥിരം കളിയുണ്ടല്ലോ, സ്ഥിരം കളിയാണ്. ഇതിപ്പോ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവള് മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? കാരണം ഇത് കേൾക്കാതിൻ്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കും. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രേണു സുധി സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം കൊല്ലം സുധിയുടെ മകനായ കിച്ചു തൻ്റെ ജീവിതാനുഭവം പങ്കുവെച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവെച്ചത്. അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഈ സ്ത്രീ കാരണം എനിക്ക് ഇപ്പോൾ സ്വന്തം കൂട്ടുകാരുടെ അമ്മയുടെ മുഖത്തു പോലും നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്നും, തനിച്ച് ഞാൻ റൂമിൻ്റെ അകത്ത് ഇരിക്കുന്ന ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയത്, അതിനുശേഷം പുറത്തേക്ക് പോകാൻ ഇപ്പോൾ പറ്റുന്നില്ല എന്ന രീതിയിലെല്ലാം വളരെ സങ്കടത്തോടു കൂടി നമ്മുടെ കിച്ചു മലയാളികളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതാണ് കണ്ടത്. അച്ഛൻ്റെ മരണശേഷം സ്വന്തം ചിലവിന് റബ്ബർ ടേപ്പ് പരിപാടി വരെ ചെയ്യേണ്ടതായിട്ട് വന്നു. അതിനുശേഷം അച്ഛൻ്റെ അമ്മ വീഡിയോ കോളിൽ കണ്ടതിന് ശേഷമാണ് മകനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്നടക്കമുള്ള ഞെട്ടിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ മലയാളി സമൂഹത്തോട് നമ്മുടെ കിച്ചു തുറന്നു പറയുന്നത് കണ്ടു. അച്ഛൻ്റെ മരണശേഷം വണ്ടിയെടുത്ത് പോകുന്ന സമയത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചതടക്കമുള്ള ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ആ മകൻ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് തീർച്ചയായിട്ടും മലയാളികളോട് പറഞ്ഞത്. ആ ഒരു സങ്കടം തീർച്ചയായിട്ടും മലയാളി സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ദിവസങ്ങൾ കൊണ്ട് ആ വീഡിയോ കണ്ടതും അതുപോലെ തന്നെ ആ വീഡിയോൻ്റെ അകത്തെല്ലാം വന്ന കമൻറ്റുകൾ എന്ന് തീർച്ചയായിട്ടും നോക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. രേണു സുധിയെ തീർച്ചയായിട്ടും പച്ചത്തെറി പറയുന്നത് തന്നെയാണ് കമൻറ്റുകൾ കൂടുതലും. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ മകനെ ആ മരണശേഷം രേണു സുധി എന്ന് പറയുന്ന അമ്മ ഒരു നോട്ടം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അത്രയ്ക്കും ആ മകൻ അനുഭവിച്ചിരിക്കുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം തീർച്ചയായിട്ടും മലയാളികൾക്ക് ഇപ്പോൾ മനസ്സിലാകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. എന്നാൽ ഇത് കൊള്ളേണ്ടടുത്ത് ഈ വീഡിയോ കൊണ്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യമാണ് രേണു സുധി ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു വീഡിയോ. എന്നെ എല്ലാവരും ആക്രമിക്കുന്ന എനിക്കിനി ഒരു രക്ഷയുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കള്ളക്കണ്ണീരുമായിട്ട് രേണു സുധി വന്നിരിക്കുന്നു. 100% അത് കള്ളക്കണ്ണീര് തന്നെയാണ് എന്ന് കേരളത്തിലെ 90% ജനങ്ങളും പറയും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ അവസാനം വരെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്താണ് ഇപ്പോൾ വന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് അവരുടെ വീഡിയോൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല ഇവർക്ക്, ഈ കണ്ടന്റ് ഓളികൾക്ക്. ഇഫ് രേണു സുധി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണു സുധി, ഈ രേണു സുധി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളവർക്ക് വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. അപ്പോൾ രേണു സുധി പറയുകയാണ്, ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒന്നും തുറക്കാൻ വേണ്ടി പറ്റുന്നില്ല, തുറന്നു കഴിഞ്ഞാൽ എല്ലാം രേണു സുധി മയമാണ്, വേറെ ഒരു കണ്ടന്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരയുകയാണ് രേണു സുധി. രേണു സുധി, നിങ്ങളെ ആരും വിചാരിക്കേണ്ട ഈ ഒരു കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമേജ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ച 2-3 ആൾക്കാർ ഒരാളാണ് ഈ ആറാട്ടണ്ണൻ, അതുപോലെ തന്നെ പെരേര, അതുപോലെ തന്നെ ഈ രേണു സുധി എന്നറിയുള്ള ഒരുപാട് ആൾക്കാർ. തീർച്ചയായിട്ടും നല്ല ഒരു വീഡിയോ അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ താരമായ ഒരാൾക്കാരേ അല്ല. തീർച്ചയായിട്ടും നെഗറ്റീവ് ഇമേജ് കൊണ്ട് മാത്രം ജനങ്ങളോടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ അവർ പങ്കെടുക്കുന്ന പരിപാടികളിൽ അടക്കം തീർച്ചയായിട്ടും നെഗറ്റീവ് ഇമേജ് മാത്രം പങ്കുവെച്ച ഒരു താരമാണ് ഈ രേണു സുധി എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. അത് അവരുടെ ഒരു കഴിവ് തന്നെയാണ്, ഞാൻ അതിനെ അംഗീകരിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട വിഡ്ഢിത്തങ്ങൾ കാണാനും കുറച്ച് ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പറയുന്നു എല്ലാവരും എന്നെ കണ്ടന്റ് ആക്കുന്നു. ഈ കണ്ടന്റ് എവിടുന്ന് കിട്ടുന്നു എന്ന് രേണു സുധി ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. കാരണം കണ്ടന്റ് തരുന്നത് രേണു സുധിയാണ്. തീർച്ചയായിട്ടും അത് കണ്ടന്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ കഴിവാണ്. അവർക്ക് ഇട്ടുകൊടുക്കുന്നത് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, നിങ്ങൾ എന്ത് ചെയ്താലും എൻ്റെ രോമത്തിൽ പോലും സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞ രേണു സുധി ഇപ്പോൾ പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ്. ഇനി ബാക്കി കേൾക്കാം. എന്നെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റാണ് രേണു സുധി. ഇവർക്ക് എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം.
അപ്പോൾ രേണുസുതി തന്നെ പറയാണ്, എന്നെ ഇതൊന്നും ബാധിക്കില്ല, പക്ഷേ ചില കാര്യങ്ങൾ ബാധിക്കും. എന്താണ് ആ ബാധിക്കുന്ന കാര്യങ്ങൾ? സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വന്തം ഭർത്താവിൻ്റെ മകനായ കിച്ചു ഇന്നലെ വന്ന് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും രേണുസുതിയെ ബാധിക്കും. ഇനി അങ്ങോട്ട് അത് ബാധിക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ സത്യമായ ഒരു കാര്യമാണ്. അത് രേണുസുതിക്ക് വൈകാതെ മനസ്സിലാവുകയും ചെയ്യും. പിന്നെ പറയുന്ന ഒരു കാര്യം, എനിക്ക് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോലും കാണാൻ വേണ്ടി പറ്റുന്നില്ല. എന്ത് തുറന്ന് നോക്കിയാലും രേണുസുതിയാണ്. അത് വളരെ മോശകരമായിട്ടുള്ള വീഡിയോ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നു. ആ മോശകരമായിട്ടുള്ള വീഡിയോ എവിടെ നിന്ന് വന്നു? ആ വീഡിയോയിൽ ആരാണ് അഭിനയിച്ചത്? തുണി ഉരിഞ്ഞുകൊണ്ട് മലയാളികളുടെ മുന്നിലേക്ക് വന്നത് ആരാണ് മെമ്പർഷിപ്പ് ലൈവ് സ്റ്റാർട്ട് ചെയ്തത്? ഇതെല്ലാം പറയേണ്ടത് രേണുസുതിയാണ്, അല്ലാണ്ട് മലയാളികളല്ല എന്നുള്ളതാണ്. മാസത്തിൽ ഇവർക്ക് ക്യാഷ് കിട്ടുന്നു എന്ന് പറയുന്നു. മാസ വരുമാനത്തിൽ അല്ലെങ്കിൽ മാസ വാടകയ്ക്ക് എല്ലാം തുണി ഉരിഞ്ഞ് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിട്ട് മലയാളികൾ മുമ്പിൽ കോമഡി കഥാപാത്രമായിട്ട് മാറിയ ആളാണ് രേണുസുതി. അതിനൊരു സാഹചര്യം ഒരുക്കി കൊടുത്തത് മറ്റാരുമല്ല, രേണുസുതി തന്നെയാണ്. അല്ല എന്ന് രേണുസുതി പറയുകയാണെങ്കിൽ രേണുസുതി പങ്കുവെച്ച വീഡിയോൻ്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും ഞാനിവിടെ കാണിക്കാം. ഇത് മലയാളികൾക്ക് കാണാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷേ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളിത് കാണണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ വിമർശനം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ കാണും. പിന്നെ സ്ഥിരം കളിയുണ്ടല്ലോ, സ്ഥിരം കളിയാണ്. രക്ഷയില്ലപ്പാ. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കളികളുകൊണ്ടാണ് ഞാൻ പോകാത്ത. സ്ഥിരം കളിയാണ്. നിങ്ങൾ വാട്ടോ. അപ്പോൾ ഇത്തരം തോന്നിവാസങ്ങളെല്ലാം തന്നെ മലയാളികൾക്ക് സുപരിചിതമായ ഒരു വാക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി. ഈ കളി എന്നൊക്കെ പറയുന്നത് മലയാളികൾക്ക് തീർച്ചയായിട്ടും വൃത്തികെട്ട വാക്കും വൃത്തികെട്ട കാര്യങ്ങളും എല്ലാം തന്നെയാണ്. ഇത് പൈസ വെച്ച് മലയാളികളുടെ മുമ്പിലേക്ക് വൃത്തികെട്ട രീതിയിൽ പോയി കാണിക്കുന്ന ഒരാളാണ് രേണുസുതി. പിന്നെ എങ്ങനെയാണ് ഇതൊന്നും ജനങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ വേണ്ടി പാടില്ല, ഞാൻ എന്ത് തോന്നിവാസവും കാണിക്കും, അത് എൻ്റെ അവകാശമാണ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പ്രതികരിക്കുക എന്നുള്ളത്, അവരവരുടെ അഭിപ്രായം പറയുക എന്നുള്ളത് അവരുടെയും അവകാശമാണ്. നിങ്ങൾക്ക് തുണിയെറിയാനുള്ള അവകാശമുണ്ട് എങ്കിൽ നിങ്ങളത് ചെയ്തോളൂ. തീർച്ചയായിട്ടും അത് നല്ലതാണോ തെറ്റാണോ, ഞങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് പറയാനുള്ള അധികാരം ഞങ്ങൾക്കുമുണ്ട്. അത് നിങ്ങളും വകവെച്ച് തരണം. അല്ലാതെ അതിനെക്കുറിച്ച് അത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും കമൻറ്റുകളും തെറികളായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം മലയാളികൾക്ക് ഇതൊന്നും സുപരിചിതമായ ഒരു മേഖലയല്ല. അല്ലെങ്കിൽ ഇതൊന്നും തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിനോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കോ ഇത് കാണുന്ന ആൾക്കാർക്കോ നല്ല ഒരു കാര്യമേ അല്ല. വൃത്തികേട് തന്നെയാണ്, വൃത്തികേടിൻ്റെ അങ്ങേ അറ്റമാണ്. അത് അതിര് കവിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ മകനായ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ആദ്യത്തെ ഭാര്യയുള്ള മകനായ കിച്ചു എന്ന് പറയുന്ന മകൻ വന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും, നിങ്ങൾ കാണണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഋതപ്പൻ എന്ന് പറയുന്നൊരു മകനുണ്ട്. ആ മകൻ വലുതായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരും. അവൻ്റെ കമ്പനിക്കാരുടെ വീട്ടിൽ പോകുന്ന സമയത്ത് അമ്മമാരുടെ മുഖത്ത് പോലും നോക്കാൻ ആ കുട്ടിക്ക് കഴിയുന്നില്ല. കാരണം ഇത്തരത്തിലാണോ നിന്റെ അമ്മ നടക്കുന്നത് എന്ന ചോദ്യം നേരിടാൻ സഹിക്കവയ്യാതെയാണ് ആ കുട്ടി ഇന്നലെ എത്ര വിഷമത്തോടു കൂടിയാണ് ആ വീഡിയോ ചെയ്തത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു അരമണിക്കൂർ ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവാനുള്ള യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ പറയുന്നത് ഇത് കള്ളക്കണ്ണീരാണ്. ബാക്കി കാണാം. ഇതിപ്പോൾ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവൾ മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? കാരണം ഇത് കേൾക്കാതിൻ്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കും, മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തെറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ രേണുസുതി പറയുന്നത് ഇത് കള്ളക്കണ്ണീരാണ്, ഇത് കാത്തിരിക്കുകയാണ്, ഇതും വീഡിയോ എടുത്ത് കണ്ടന്റ് ആക്കാൻ ആൾക്കാർ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ഞങ്ങളിത് വീഡിയോ എടുക്കും, ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടന്റ് ആക്കും. കാരണം നിങ്ങളുടെ ഈ പൊയ്മുഖം കേരള സമൂഹം തീർച്ചയായിട്ടും ഒന്നടങ്കം കാണണം. കാരണം ഇതൊരു നല്ല കരച്ചിലാണെങ്കിൽ തീർച്ചയായിട്ടും എന്നോ നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഈ കിച്ചു മോനും തീർച്ചയായിട്ടും വളരെ സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോഴുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് വേണ്ടത് ഫേമസ് ആണ്, ക്യാഷാണ്. അതിനുവേണ്ടി നിങ്ങൾ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ യാതൊരു നിശ്ചയവുമില്ല എന്നുള്ളത് മലയാളി സമൂഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. തീർച്ചയായിട്ടും ഇതും ഇങ്ങനെയൊക്കെ കമൻറ്റോളികൾ ഇത്തരം വൃത്തികെട്ട കമൻറ്റുകളും കാര്യങ്ങളും എല്ലാം ഇട്ടാൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തേനെ എന്ന രീതിയിലൊക്കെ നിങ്ങളിപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നെഗറ്റീവ് ഇമേജ് ഇന്നലത്തെ കിച്ചുവിൻ്റെ വീഡിയോയോട് കൂടി മലയാളി സമൂഹത്തിൽ മൊത്തം ഉണ്ടായിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട്.
ആ ഒരു വേദനയിൽ അല്ലെങ്കിൽ ആ ഒരു വെപ്രാളത്തിൽ പറയുന്ന ഒരു വാക്കുകളാണ് ഇത് എന്നുള്ളത് മാത്രമാണ് സത്യം. അല്ലാതെ നിങ്ങളുടെ നെഞ്ചിൽ തട്ടിയുള്ള ഒരു വാക്കല്ല, നിങ്ങളുടെ നെഞ്ചിൽ തട്ടിയുള്ള ഒരു വീഡിയോവുമല്ല ഇത് എന്ന് തീർച്ചയായിട്ടും കാണുന്ന എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും ഇത് കാണുന്ന മലയാളികൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിൽ വല്ല കാര്യവുമുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അവർ ചെയ്യുന്നതാണ് ശരിയെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുമായി ബന്ധപ്പെടുത്തി തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോവുമായി വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.